ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തുടരും ഉൾപ്പെടെ മെയ് 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളുടെ ഇതുൾപ്പെടെയുള്ള ബുക്കിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൂടാതെ മറ്റു ചില അപ്ഡേറ്റുകളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ സൂര്യനായകനെ എത്തിയ കാർത്തിക് സുബരാജിന്റെ റെട്രോ എന്ന സിനിമ പ്രതീക്ഷ ലെവൽ അഭിപ്രായങ്ങളുമെല്ലാം നേടിയെടുത്തു. ഒപ്പം ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിലാണെങ്കിലും പ്രതീക്ഷ ലെവൽ കളക്ഷനല്ലോ പ്രതിദിനം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിലെ മറ്റൊരു തമിഴ് സിനിമയ്ക്ക് താഴെ പൊരിക്കുകയാണ് റെട്രോയുടെ കഴിഞ്ഞ മണിക്കൂറിലെ ബുക്കിംഗ്. സൂര്യയെ പോലെ ഒരു താരത്തിന്റെ സിനിമ മെയ് 1-ന് ഉണ്ടായിരുന്നിട്ട് പോലും ധൈര്യമായിട്ട് ക്ലാഷ് റിലീസ് വെച്ച മറ്റൊരു തമിഴ് സിനിമയാണല്ലോ ശശികുമാർ നായകനെ എത്തിയ ടൂറിസ്റ്റ് ഫാമിലി. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് കഴിഞ്ഞ മണിക്കൂറിലെ 3600-നടുത്ത ടിക്കറ്റുകളാണ് വിറ്റഴിച്ചതെങ്കിൽ ബുക്ക് മൈ ഷോയിലൂടെ റെട്രോ എന്ന സിനിമയ്ക്ക് ഇന്ന് ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും 3300-ൽ പരം ടിക്കറ്റുകളെ കഴിഞ്ഞ മണിക്കൂറിൽ വിറ്റഴിച്ചിട്ടുള്ളൂ. ആദ്യ വീക്കെൻഡിൽ തന്നെ ശശികുമാർ സിനിമയ്ക്ക് താഴെ പൊരിക്കുകയാണ് റെട്രോ എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലെ ബുക്കിംഗ് സ്റ്റാറ്റസിനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ ടൂറിസ്റ്റ് ഫാമിലി 10 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ ഇന്നത്തോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പിന്നീടുന്നതാണ്. ഞാനീ നായകനെ എത്തിയ ഹിറ്റ് 3 എന്ന സിനിമയും മികച്ച ബുക്കിംഗ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് കഴിഞ്ഞ മണിക്കൂറിൽ 6000-ലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്. റൈഡ് 2 എന്ന ബോളിവുഡ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ അജയ് ദേവ്ഗൺ നായകനെ എത്തിയ സിനിമയുടെ കളക്ഷനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 69 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 1-2 കോടിയുടെ വ്യത്യാസത്തിൽ ഹിറ്റ് 3ക്ക് താഴെയാണെങ്കിൽ പോലും മികച്ച തുടക്കം സിനിമ നേടിയെടുത്തു എന്നാണ് റിപ്പോർട്ട്. തുടരും എന്ന ലാലേട്ടൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ പതിവ് പോലെ സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിൽ തുടരും ബുക്കിംഗിലേക്ക് വരികയാണെങ്കിൽ 10,000-ന് മുകളിൽ 11,000-ന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയെല്ലാം തന്നെ ഒരു സിനിമയുടെ പേരിൽ ടിക്കറ്റുകൾ വിറ്റഴിയുന്നുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച മുതൽ മറ്റു ദിവസങ്ങളിൽ സിനിമ കാണാനായിട്ട് വേണ്ടി ബുക്ക് ചെയ്യുന്നവരായിരിക്കുമല്ലോ. എന്തായാലും ഇപ്പോഴത്തെ അടുത്ത ദിവസങ്ങളിലും സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ആണ് നടക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതിനിടയിൽ ബുക്ക് മൈ ഷോയിൽ 1,00,000-ലധികം വോട്ടുകൾ തുടരുമെന്ന സിനിമ പിന്നിട്ടിരിക്കുകയാണ്. അത് സിനിമയുടെ മറ്റൊരു നേട്ടമായിട്ട് എടുത്ത് പറയാം. 1,00,000-ലധികം പേരാണ് ഇതിനോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോയിൽ സിനിമ കണ്ട് വോട്ട് ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ തുടരും വാർത്തകൾക്ക്.